ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഒരു പെൺകുട്ടികളുടെ ഒരു ജീവിതം എന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ചാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ. അപ്പോൾ വളരെ കുറച്ച് വർഷങ്ങൾ മാത്രമേ നമ്മൾ നമ്മുടെ അച്ഛൻ്റെ അമ്മയുടെ കൂടെ ജീവിക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ എങ്ങനെ വളർന്ന ഒരാളാണെങ്കിലും, നമ്മൾ എങ്ങനെ അച്ഛൻ്റെ അമ്മയുടെയും ഒപ്പം നമ്മൾ എങ്ങനെ ഏത് സാഹചര്യത്തിൽ വളർന്ന ആളാണെങ്കിലും ആ ജീവിതത്തിൻ്റെ ആ ടേണിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ വിവാഹം കഴിച്ച ഒരാളുടെ സ്വഭാവത്തിനനുസരിച്ച് ജീവിതം തലകീഴായി മറിഞ്ഞ ഒരു പെൺകുട്ടിയുടെ കഥയാണ് ഞാൻ ഇന്ന് പറയുന്നത്. അപ്പോൾ എനിക്കറിയാവുന്ന ഒരു കുട്ടി തന്നെ, പേരും ഒന്നും പറയാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് പേരൊന്നും പറയുന്നില്ല. അപ്പോൾ അച്ഛന് കഷ്ടപ്പെട്ട്, അച്ഛന് നല്ല കൂലിപ്പണിയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ആ കുട്ടിയുടെ അച്ഛൻ കൂലിപ്പണി ചെയ്ത് നല്ല അന്തസ്സായി കുട്ടിയെ പഠിപ്പിച്ചു, ഡിഗ്രി വരെ കുട്ടിയെ പഠിപ്പിച്ചു. അപ്പോൾ അതിനിടയ്ക്കാണ് അച്ഛന് കിഡ്നിയുടെ ഒരു പ്രോബ്ലം വന്നത്. അങ്ങനെ ഡയാലിസിസിന്റെ ഒരു സ്റ്റേജിലേക്ക് അച്ഛൻ നീങ്ങുകയാണ്. അപ്പോൾ ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കുട്ടിയുടെ അച്ഛൻ. അപ്പോൾ ഈ കുട്ടിക്ക് ആരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ ഒറ്റ മോളൊന്നും അല്ല, ഒരു ചേച്ചിയുണ്ട്, ഒരു ചേട്ടനും ഉണ്ട്. രണ്ടുപേരും വിവാഹം കഴിച്ചിട്ടില്ല. പക്ഷേ ഈ കുട്ടി എന്ന് പറഞ്ഞാൽ, അപ്പോൾ ഈ അച്ഛന് ഡയാലിസിസും കാര്യങ്ങളുമായിട്ടൊരു 3-4 വർഷത്തോളം അങ്ങനെ ഇവർ ആശുപത്രി വീട് അങ്ങനെ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആൾക്ക് നല്ല ബുദ്ധിമുട്ടുണ്ട്. അല്ലെങ്കിൽ തന്നെ ആൾ ഡിസേബിൾഡ് ആയിരുന്നു. അപ്പോൾ പിന്നെ അതിനിടയ്ക്ക് കണ്ണിനൊക്കെ പ്രശ്നം വന്നു. അങ്ങനെ വളരെ കണ്ണിൻ്റെ കാഴ്ച കുറയുകയൊക്കെ ചെയ്ത് വലിയ ബുദ്ധിമുട്ടിൽ പോയിക്കൊണ്ടിരുന്നതിൻ്റെ ഇടയ്ക്ക് ഈ ഇളയ പെൺകുട്ടിക്ക് ഒരുപാട് വാഗ്ദാനങ്ങൾ നൽകിക്കൊണ്ട് ഒരാൾ വന്ന് ചാടാണ്. അയാളുടെയും കൂടി സെക്കൻഡ് മാരേജ് ആണിത്. അപ്പോൾ ആലോചിക്കണം, ആദ്യത്തെ എന്തോ ഒരു തരികിട പ്രശ്നം കൊണ്ട് തല്ലിപ്പിരിഞ്ഞ് പോയതായിരിക്കും. അത്രയെങ്കിലും വിചാരിക്കേണ്ടതുണ്ട് കേട്ടോ. നമ്മുടെ കാലത്തിന്റെ ഒരു പോക്കനുസരിച്ച് ആരും ഇതൊക്കെ നിങ്ങൾ ആദ്യം നൽകുന്ന പുറമേ കാണുന്ന മിഥ്യയായിട്ടുള്ള കാര്യങ്ങളൊന്നും ചെന്ന് വീഴരുത്, മൊത്തം പാളിപ്പോവും. അപ്പോൾ നല്ലോണം അഭിനയിക്കാൻ അറിയാവുന്നവർ വാഴുന്ന നാടാണ്. അങ്ങനെയുള്ളവരാണ് നന്നായിട്ട് വാഴുന്ന ഒരു നാടാണ് നമ്മുടേത്. അപ്പോൾ ഈ കുട്ടിയും അതുപോലെ ചെന്ന് പെടുവാണ്. അപ്പോൾ ആളുടെ രണ്ടാമത്തെ വിവാഹമാണ് കേട്ടോ. അങ്ങനെ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഈ കുട്ടി വീട്ടിൽ പറഞ്ഞപ്പോൾ അവർക്കൊട്ടും താല്പര്യമില്ല, വേണ്ട എന്ന് ഉറപ്പിച്ച് പറഞ്ഞു. അച്ഛൻ നിനക്ക് സമയമായിട്ടില്ല, നിനക്ക് ചേച്ചിയുണ്ട്, ആ ചേട്ടനുണ്ട്, ആ ചേച്ചിയുടെ മാരേജ് പോലും കഴിഞ്ഞിട്ടില്ല, വേണ്ട എന്ന് ഉറപ്പിച്ച് പറഞ്ഞു. പക്ഷേ ആ കുട്ടി എന്താ ചെയ്തെന്ന് വെച്ചാൽ, ഇപ്പോൾ തന്നിഷ്ടത്തിന് കുട്ടികൾ പോകുന്ന കാലമാണ്. അവരുടെ അപ്പോഴത്തെ ഇതിനനുസരിച്ച് അവൻ്റെ ആ വാക്കിലും വിശ്വസിച്ച് ആ പെൺകുട്ടി എന്ത് ചെയ്തു, അവൻ്റെ കൂടെ അങ്ങ് ഇറങ്ങിപ്പോയി. അപ്പോൾ കുറച്ച് നാളൊക്കെ കുഴപ്പമൊന്നുമില്ലായിരുന്നു. അവസാനം ഇവർ നല്ല രീതിയിൽ തന്നെ, പിന്നെ അവർ പോയൊക്കെ കഴിഞ്ഞപ്പോൾ ഉടനെ തന്നെ പ്രഗ്നന്റും ആവുകയാണ്. ഓക്കെ, പിന്നീടത്തെ കാര്യം നമുക്ക് പറയാമല്ലോ. ഉടനെ തന്നെ പ്രഗ്നന്റും ആവുകയാണ്. പിന്നെ വീട്ടിൽ വരികയും സഹകരിക്കുകയും വീട്ടുകാരുമായിട്ട് മിങ്കിളുകയും അങ്ങനെയൊക്കെ ചെയ്യും. പിന്നെ പതിയെ നല്ല പോലെ കഞ്ചാവ്, അതിന് നല്ല രീതിയിൽ കുടിയും കഞ്ചാവും എല്ലാത്തിനും അഡിക്റ്റാണ് ഈ പയ്യൻ എന്ന് പറഞ്ഞാൽ. അത് അറിഞ്ഞു വെച്ചുകൊണ്ടാണ് ഈ കുട്ടി ചെന്ന് ചാടിയെന്നും കൂടി ഓർക്കണം. വീട്ടിലെ സാഹചര്യം എന്ത് തന്നെ ആയിക്കോട്ടെ, ഇപ്പൊ വിവാഹം കഴിച്ചില്ല എന്ന് പറഞ്ഞ് ഒന്നും സംഭവിക്കില്ല എന്നുള്ളതിന് ഇതൊരു വലിയൊരു ഇതാണ് കേട്ടോ. ഇങ്ങനെയുള്ളതിലൊക്കെ ചെന്ന് ചാടുന്നതിനേക്കാളും നല്ലത് വിവാഹം കഴിക്കാതെ ഒതുങ്ങി ഒരിടത്ത് സ്വന്തം കാര്യം നോക്കി ഇരിക്കുന്നതിന് വളരെ നല്ലത്, ഇങ്ങനെയുള്ളവന്മാരുടെയൊക്കെ കയ്യിൽ ചെന്ന് ചാടുന്നതിനേക്കാളും. അപ്പോൾ ഈ കുട്ടി ആദ്യം പ്രഗ്നന്റ് ആയി. അപ്പോൾ പ്രഗ്നന്റ് ആയി ഒരു കുറച്ച് മാസം ആയപ്പോഴത്തേക്കും വീട്ടുകാരുമായിട്ട് ഇങ്ങനെ വിളിക്കുകയും സംസാരിക്കുകയും ചെയ്ത് കാര്യം പറഞ്ഞ ഒരു കോംപ്രമൈസ് ആയി. അങ്ങനെ വന്നുപോയി. വിരുന്ന് വരികയും കാര്യങ്ങളും എല്ലാം ഓക്കെ സന്തോഷമായിട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിനിടയിൽ ഇവന് കള്ളുകുടിയും ബഹളവും അടിയും എല്ലാം ഉണ്ട്. മനസ്സിലായില്ലേ? ഇവൻ അതിന്റെ സൈഡിൽ കൂടി. പക്ഷേ ഈ കുട്ടിക്കാണെങ്കിൽ ഒന്നും ചെയ്യാനും പറ്റത്തില്ല. അവളുടെ തന്നെ ഇഷ്ടത്തിന് ഓടിയതാണല്ലോ, അതുകൊണ്ടൊന്നും ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയിൽ അങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ കൊച്ചായി കുഞ്ഞിനെ പ്രസവിച്ചു. ഒരു ആൺകുട്ടിയാണ് കേട്ടോ, ആദ്യത്തെ ഒരു ആൺകുട്ടിയാണ്. അപ്പോൾ ഒരു കുട്ടിയെ പ്രസവിച്ചു കഴിഞ്ഞപ്പോൾ ആദ്യമൊക്കെ ഇവന് ഭയങ്കര ഇഷ്ടമായിരുന്നു. കളിപ്പാട്ടം വാങ്ങല്, ഡ്രസ്സ് വാങ്ങല് എല്ലാം ഉണ്ടായിരുന്നു. പതിയെ അവൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഓരോരോ കന്നന്തിരി വർത്തമാനങ്ങളൊക്കെ പറഞ്ഞ് വീട്ടിൽ കൊണ്ടങ്ങ് ആക്കുകയാണ് കുട്ടിയെ. വഴക്കിട്ടതിന് ശേഷം ആദ്യത്തെ വഴക്കുകളൊക്കെ കോംപ്രമൈസ് ആയി അവൻ പോകും. പിന്നെ കോംപ്രമൈസ് ആവാത്ത വഴക്കുകൾ വന്നു, വീട്ടിൽ കൊണ്ടുവന്നാക്കുന്നു പെൺകുട്ടി. അപ്പോൾ അവരുടെ സാഹചര്യം നോക്കണം. അച്ഛന് അങ്ങനെ ഒരു സാഹചര്യം, ഡയാലിസിസ്, ചേച്ചി ചേട്ടൻ എല്ലാവരും നിൽക്കുന്നു. അവർ കല്യാണം കഴിച്ചിട്ടില്ല. അപ്പോൾ അവർ രണ്ടുപേരും ജോലിക്ക് നോക്കുവാണ്. കാരണം ആശുപത്രിയിലേക്കുള്ള ചിലവിനുള്ള പൈസ ഉണ്ട്. സാധാരണ കുടുംബമാണ്, മനസ്സിലായില്ലേ? ആ അച്ഛൻ എന്താണെന്നെങ്കിൽ ഈ 3 മക്കളെയും അയാളുടെ ആരോഗ്യം ഡിസേബിൾഡ് ആണെങ്കിലും കൂടി ആൾ നല്ല രീതിയിൽ ആ കുടുംബം നോക്കിക്കൊണ്ടിരുന്ന ഒരാളാണ്. ഭാര്യയും മക്കളെയൊക്കെ പൊന്നുപോലെ നോക്കി മക്കളെയൊക്കെ പഠിപ്പിച്ച് വിദ്യാഭ്യാസം എല്ലാം കൊടുത്തോണ്ടിരുന്ന ഒരാളാണ്. അപ്പോൾ ഈ കുട്ടി വന്ന് വീട്ടിൽ അങ്ങനെ നിപ്പായി കൊച്ചിനെയും കൊണ്ട്. അവൻ എന്തോ വഴക്കിട്ട് അത് ഇച്ചിരി സീരിയസ് ആയി അവസാനം വീട്ടിൽ വന്നു. അപ്പോൾ ഇവർ പറഞ്ഞു നിൽക്കുക, അത് ശരിയാവും, ഓക്കെ ആവും എന്നുള്ള രീതിയിൽ നിൽക്കുക. അപ്പോൾ ഈ കുട്ടി വന്ന് നിൽക്കുന്നു. കുറച്ച് മാസം ഒരനക്കമില്ല. ഇടയ്ക്കൊന്ന് വിളിച്ചു. അങ്ങനെ ഒരു കണ്ടീഷനിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ ഇവൻ വന്ന് കുറേ വസ്ത്രവും കുഞ്ഞുള്ള ഭക്ഷണവും എല്ലാം ഒക്കെ കൊണ്ടുവന്ന് എന്തൊക്കെയോ മിഠായികളോ എന്തൊക്കെയോ കൊണ്ടുവന്ന് വീണ്ടും ഇവളെ കോംപ്രമൈസ് ചെയ്ത് വീട്ടിലേക്ക് കൊണ്ടുപോവാണ്. അധികം വൈകാതെ രണ്ടാമതും പ്രഗ്നന്റ് ആവുന്നു. ഇത്
ഇത് നടന്ന കഥയാണ്. എനിക്ക് പേര് പറയാൻ പറ്റത്തില്ല. ചിലപ്പോൾ ഇതുമായിട്ട് ഇതായിട്ടുള്ള ഒരുപാട് പേരുണ്ടാകും. ഇത് എൻ്റെ വീടിൻ്റെ അടുത്ത് നടന്ന ഒരു കഥയാണ് കേട്ടോ. ഓക്കെ. അപ്പോൾ ഇത് ഇങ്ങനത്തെ കഥകൾ നിങ്ങളുടെ അടുത്തൊക്കെ ഒരുപാടൊക്കെ കേട്ടിട്ടുണ്ടാകും. ഇത് 1, 2 കേസുകളൊന്നും അല്ല. ഇങ്ങനെ ആവർത്തിച്ച് വരുന്ന ഒരുപാട് കേസുകളുണ്ട് ഇതേ ടൈപ്പ് തന്നെ. അപ്പോൾ വീണ്ടും പോകുന്നു, വീണ്ടും പ്രഗ്നന്റ് ആകുന്നു, വീണ്ടും ഇതേപോലെ തന്നെ അവസ്ഥ. പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് തന്നെ ഈ കുട്ടി അടിക്കുക വരെ ചെയ്യുന്നു അവൻ. അതൊക്കെ വളരെ ക്രൂരമായിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. ആ ഗർഭാവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരീരത്തിന് ഉണ്ടാവാത്ത ബുദ്ധിമുട്ടൊന്നും ഇല്ല ചിലർക്ക്, മനസ്സിലായില്ലേ? ചിലർക്ക് നല്ല ഒട്ടുമിക്ക സ്ത്രീകൾക്കും ശരീരത്തിന് നമുക്ക് ഇല്ലാത്ത ക്ഷീണങ്ങളൊന്നും ഉണ്ടാകത്തില്ല. അത്രയും വീക്കായിരിക്കുന്ന സമയം. ഒരു കുഞ്ഞിനെ നമ്മൾ ഗർഭം ധരിച്ച് കൊണ്ടു നടക്കുന്ന ആ സമയത്ത് ആ പെണ്ണിനെ അടിക്കാന്ന് പറഞ്ഞാൽ അവൻ അത്രയ്ക്ക് കീടമായതുകൊണ്ടാണ്. അടിക്കുകയും എല്ലാം ചെയ്തു. അവള് സഹിക്കുകയാണ്. കാരണം ഒരു കുട്ടിയുണ്ട്, 2ാമത് പ്രഗ്നന്റ് ആയി. സത്യം പറഞ്ഞാൽ പൊട്ടിയെന്ന് തന്നെ പറയാൻ പറ്റുള്ളൂ കേട്ടോ. ഇതിന്റെ ഒരു ആവശ്യം ഉണ്ടോന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അവന്റെയൊക്കെ വാഗ്ദാനങ്ങളിലൊക്കെ വീണ് പോരുത് ഇങ്ങനത്തെ വൃത്തികെട്ടവന്മാരുടെ വാഗ്ദാനങ്ങൾ. ഇവന്റെ ആദ്യത്തെ ഭാര്യ പോയതും ഇവന്റെ ഈ ഇടിയും കഞ്ചാവും കള്ളുകുടിയും എല്ലാം കൊണ്ടായിരിക്കാൻ സാധ്യതയുണ്ട്. ആ പെണ്ണ് ചെന്ന് ഇതിൽ വീണെന്നേ ഉള്ളൂ. 2ാമത് വീണ്ടും അറിഞ്ഞു വെച്ചോണ്ട്. എല്ലാം അറിഞ്ഞല്ലോ, അത്രയും ധാരാളം. അപ്പൊ വീണ്ടും അവസാനം 2ാമത്തെ കുട്ടി ജനിക്കുന്നു. ആൺകുട്ടി തന്നെയാണ്, 2ഉം ആൺകുട്ടിയാണ്. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇതേപോലെ തന്നെ കണ്ടീഷൻ ആവർത്തിച്ചു. രണ്ടുപേരും തമ്മിൽ വീണ്ടും അടിയായി, വഴക്കായി, കൊച്ചിനെ നോട്ടം ഇല്ലാതായി, ആ കുഞ്ഞങ്ങോട്ടും ഇങ്ങോട്ടും കരയുന്നു, കുഞ്ഞുങ്ങളെ വലിച്ചെറിയുന്നു. അങ്ങനെ ഓരോരോ കണ്ടീഷൻ വരുന്ന അവസാനം അമ്മ കുഞ്ഞുങ്ങളെ തൊട്ട് കളിച്ചു കഴിഞ്ഞാൽ ഒരമ്മൻ അത് കണ്ടു നിൽക്കില്ലല്ലോ. ഓക്കെ, സെറ്റ്. അവര് സ്ഥിരമായി അങ്ങനെ സ്വന്തം വീട്ടിൽ തന്നെ വന്ന് നിൽക്കുകയാണ്. ഇപ്പൊ അങ്ങനെ ഒരു കണ്ടീഷനല്ലേ. അപ്പൊ ഇവന്മാർക്കൊക്കെ കുഞ്ഞുങ്ങളാക്കാനും എല്ലാത്തിനും അറിയാം. അന്തസ്സായി ജീവിക്കാൻ തന്നെ അറിയാത്ത അവന് വെള്ളമില്ലാതെ അവന് ജീവിക്കാൻ പറ്റില്ല. എന്താണ് കള്ളു കുടിക്കാതെ അവന് ജീവിക്കാൻ പറ്റത്തില്ല. ആ കൊച്ചുങ്ങളുടെയൊക്കെ ഉണ്ടല്ലോ ഇങ്ങനെ അലച്ച് നടക്കുന്ന ആ കൊച്ചുങ്ങളുടെയൊക്കെ ശാപം ഉണ്ടല്ലോ, അവൻ്റെയൊക്കെ എല്ലാം അവൻ മരിക്കത്തില്ല. അവൻ മരിക്കാതെ കിടന്ന് ഇതിനൊക്കെ എവിടെ തന്നെ സമാധാനം പറയുന്നു എനിക്കറിയത്തില്ല. അത്രയ്ക്ക് ദ്രോഹമാണ് ആ കുട്ടിയോട് ചെയ്തിരിക്കുന്നത്, മനസ്സിലായി? അപ്പൊ 2 കുട്ടികളും ആ കൊച്ചുമൊക്കെ ആയിട്ട് ഇപ്പോൾ ചുരുക്കി പറഞ്ഞാൽ പ്രണയവിവാഹം ഒരു തെറ്റൊന്നുമല്ല. പക്ഷേ ഇതുപോലുള്ള ഓരോരോ ചതിയന്മാരുടെയൊക്കെ വാഗ്ദാനങ്ങളിലൊന്നും ചെന്ന് വീഴാതെ ശ്രദ്ധിക്കണം. കാരണം നമ്മൾ എങ്ങനെ ജീവിച്ച ഒരാളാണെങ്കിലും ശരി, ടേണിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ആ മെയിൻ സമയമാണത്. ആ സമയത്ത് നമ്മൾ ഒരു ചതിക്കുഴിയിലും ചെന്ന് വീഴാതെ ശ്രദ്ധിക്കുക. അതുപോലെ അവസാനം ഇരട്ടി പണിയാവും. ഇരട്ടി ദുഃഖങ്ങളായിരിക്കും നമ്മുടെ ജീവിതത്തിൽ വന്നു കയറുന്നത് ഇവന്മാരൊക്കെ കാരണം.